തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, മനുവിന് അവൻ്റെ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് അവൻ്റെ അമ്മ മനോഹരമായ ഒരു ക്രൂശിത രൂപവും ഒരു ബൈബിളും സമ്മാനമായി കൊടുത്തു. എന്നിട്ട് അമ്മ അവനോട് പറഞ്ഞു, മോനെ, എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ ക്രൂശിത രൂപത്തിന് മുമ്പിൽ നീ മുട്ടുകുത്തി നിന്ന് ദൈവത്തിന് നന്ദി പറയണം. ദിവസം മുഴുവൻ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. രാവിലെ എണീറ്റാൽ ഉടനെ ഈ ക്രൂശിത രൂപത്തിന് മുമ്പിൽ വീണ്ടും മുട്ടുകുത്തി നിന്ന് ദൈവത്തിനോട് അനുഗ്രഹങ്ങൾ ചോദിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ വേണം ദിവസം തുടങ്ങുവാൻ. എല്ലാ ദിവസവും ഈ ബൈബിൾ എടുത്ത് വായിക്കണം. അത് മനുവിൻ്റെ ഒരു ദിനചര്യയായി തീർന്നു. അവൻ എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ആ ക്രൂശിത രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. രാവിലെ എണീറ്റാൽ ഉടനെ അവൻ വീണ്ടും ആ ക്രൂശിത രൂപത്തിന് മുമ്പിൽ എണീറ്റ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് വചനം വായിച്ചുകൊണ്ട് അവൻ്റെ ദിവസം തുടങ്ങുമായിരുന്നു. അങ്ങനെ മനു വളർന്നു വന്നു. വർഷങ്ങളായിട്ട് അവൻ ചെയ്യുന്ന ഒരു ദിനചര്യയായിരുന്നു ഇത്. യുവാവായി തീർന്ന മനു കോളേജിലേക്ക് പഠിക്കാനായി പോവുകയായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മോനെ, ആ ക്രൂശിത രൂപവും ആ ബൈബിളും നിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. മനു അത് തന്നെ ചെയ്തു. അവൻ ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ ആ ക്രൂശിത രൂപം അവൻ്റെ ഹോസ്റ്റൽ റൂമിൻ്റെ ഭിത്തിയിൽ തൂക്കിയിട്ടു. എല്ലാ ദിവസവും ചെറുപ്പം മുതലുള്ള ആ ശീലം അവൻ തുടർന്നു. അവൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തന്നെ ജീവിച്ചു. പക്ഷേ ഒരു ദിവസം മനു അവൻ്റെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നതിനിടയിൽ ആ ക്രൂശിത രൂപം ഭിത്തിയിൽ നിന്ന് താഴേക്ക് വീണ് പൊട്ടിപ്പോയി. മനു നോക്കിയപ്പോൾ ക്രൂശിത രൂപത്തിൻ്റെ കൈയും കാലുമൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അവൻ ഒത്തിരി വിഷമം തോന്നി. കാരണം കഴിഞ്ഞ ഒത്തിരി വർഷമായിട്ട് അവൻ പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിച്ച രൂപമാണ് അതിന്ന് പൊട്ടിയിരിക്കുകയാണ്. മനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ഹോസ്റ്റൽ വാർഡനായ അച്ഛൻ്റെ അടുത്തേക്ക് ആ ക്രൂശിത രൂപമായിട്ട് ചെന്നിട്ട് ചോദിച്ചു, അച്ഛാ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ക്രൂശിത രൂപം പൊട്ടിയിരിക്കുകയാണ്. മനുവിനെ നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു, മോനെ, നീ ആ ക്രൂശിത രൂപം അതേ സ്ഥലത്ത് നിൻ്റെ ഭിത്തിയിൽ കൊണ്ടുപോയി തൂക്കിയിടുക. നാളെ രാവിലെ നീ എണീക്കുമ്പോൾ ഈ കൈ ഒടിഞ്ഞിരിക്കുന്ന, ഈ കാല് പൊട്ടിയിരിക്കുന്ന ഈശോയുടെ രൂപത്തേക്ക് നോക്കിക്കൊണ്ട് നീ പറയുക, ഇന്ന് ഞാൻ ഈശോയുടെ കൈകളായിത്തീരും, ഇന്ന് എനിക്ക് ഈശോയുടെ കാലുകളായിത്തീരണം, ഇന്ന് എനിക്ക് ഈശോയെ പോലെ ആയിത്തീരണം. മനു അതുപോലെ തന്നെ ചെയ്തു. അവൻ ആ പൊട്ടിയ ക്രൂശിത രൂപം അവൻ്റെ റൂമിൻ്റെ ഭിത്തിയിൽ തൂക്കിയിട്ടു. രാവിലെ എണീറ്റപ്പോൾ അവൻ ആ ക്രൂശിത രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. അവൻ ആ ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈശോയെ, നിൻ്റെ കരങ്ങളാകുവാൻ, നിൻ്റെ പാദങ്ങളാകുവാൻ, നിൻ്റെ സ്വരമാകുവാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ക്യാമ്പസിലേക്ക് ഇറങ്ങി. അവനൊരു പുതിയ വ്യക്തിയായിട്ട് ഈശോയെപ്പോലെ സ്നേഹിക്കുവാൻ തുടങ്ങി, ഈശോയെപ്പോലെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി, ഈശോയെപ്പോലെ സംസാരിക്കുവാൻ തുടങ്ങി. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ കരങ്ങളായി തീരാൻ സാധിക്കുമാറാകട്ടെ. നമുക്ക് ഈശോയുടെ പാദങ്ങളാകാൻ സാധിക്കുമാറാകട്ടെ. നമ്മൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് വർഷങ്ങളോളം ജീവിച്ചിട്ടും ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നില്ലെങ്കിൽ
നമ്മൾ അനുകരിക്കുന്ന, നമ്മൾ യേശുവിനെ യഥാർത്ഥത്തിൽ അനുകരിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. യേശുവിനെ അനുകരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തു നമ്മിൽ രൂപപ്പെടണം. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. നമ്മുടെ സംസാരവും നമ്മുടെ ഇടപെടലും ക്രിസ്തുവിൻ്റേതുപോലെ ആയിത്തീരണം. ക്രിസ്തുവിനെ പോലെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുമാറാകട്ടെ. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം